അപ്പോൾ നമ്മുടെ ഗാഡ്ജറ്റ് സീരീസിൻ്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത ഗാഡ്ജറ്റിലെ, അതായത് ഡിയോഡ് ആപ്പിൻ്റെ അകത്തുനിന്ന് മേടിച്ച കുറേ ഗാഡ്ജറ്റിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് സാധനങ്ങൾ നല്ലതാണ്, കുറച്ച് സാധനങ്ങൾ വെറും ചെറ്റത്തരമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ലൈക്ക് ഡോണ്ട് ജഡ്ജ് മീ, ഐ ഹാവ് നോ വേർഡ്സ്. ഓക്കെ, ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒന്നാമത്തത്, ലൈക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള കോളേജുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ കണ്ണാപ്പികൾ ഈ സാധനം വെച്ചുകൊണ്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പം ഞാൻ കാനഡയിലായിരുന്ന സമയത്ത് അവിടെ ന്യൂ ഇയറിന് അവിടെയുള്ള ബാറിൽ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നത്. ഒരു ഡ്രിങ്ക് എന്തെങ്കിലും മേടിച്ചാൽ മതി. ഇതാണ് സാധനം. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് ഹെയ്റ്റ് കിട്ടിയ ഒരു പരിപാടിയാണ്. എനിക്ക് ഈ സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചത് എൻ്റെ മാനേജറാണെന്ന് പറഞ്ഞപ്പോൾ, എടേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ലതുപോലെ അറിയാം. എനിക്ക് രാവിലെ കുളിക്കാനും പല്ല് കഴിക്കാനൊന്നും എനിക്കൊരു മാനേജറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നെ ടേക്ക് കെയർ ചെയ്യാൻ എനിക്ക് തന്നെ പറ്റും. ഐ ആം മോർ ദാൻ കേപ്പബിൾ. എൻ്റെ യൂട്യൂബ് ചാനലിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു മാനേജറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പല യൂട്യൂബേഴ്സിനും ഒരു മാനേജർ കാണും, അവരുടെ ചാനൽ മാനേജ് ചെയ്യാനും അവരുടെ ഇമെയിൽസിന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ. ഞാനിവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഈ ഇമെയിലുകൾക്കൊക്കെ റിപ്ലൈ ചെയ്യും? ഇവരൊക്കെ ഈ ബ്രാൻഡുകളൊക്കെ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കും. അയ്യോ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കണേ. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നു. എന്താ, നാടൻ പട്ടിക്കും ഷൂസോ ഒന്ന്, നാടൻ പട്ടിക്ക് എന്താടാ കുറവ്? അപ്പോൾ അങ്ങനെയുള്ള കമൻ്റൊന്നും വേണ്ട. ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു കണ്ണാടി കിട്ടും. ഈ കണ്ണാടി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാടി. പക്ഷേ ലൈക്ക് ആക്ച്വലി ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നേരിട്ടത് വലിയ സുഖമില്ലെങ്കിലും വീഡിയോയിൽ നല്ല ഭംഗിയുണ്ട് ആ ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. എനിഹു അടുത്തത് ഈ ഒരു സാധനം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ആക്ച്വലി. നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് പലയിടത്തായിട്ട് ഒട്ടിച്ച് വയ്ക്കാൻ ഈ ഒരു ചെറിയ സാധനം മേടിച്ചാൽ മതി. ഇതാണ് ഐറ്റം. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ നമുക്ക് ആദ്യം ഇളക്കുക. ആ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ പുറകിലായിട്ട് ഒട്ടിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാലും ഫോൺ അവിടെ ഇരുന്നോളൂ. ഇത് ഭയങ്കര ഫ്ലാറ്റ് സർഫസിൽ ഇരിക്കുള്ളൂ. ഇപ്പോൾ കാറിൻ്റെ വിൻഡോയിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ ജിം എക്യുപ്മെൻസിൻ്റെ ഒക്കെ പുറത്തൊക്കെ ഒട്ടിയിരുന്നോളും. അങ്ങനത്തെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കിട്ടുന്ന സാധനം. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 19 രൂപയേ ഉള്ളൂ. 19 രൂപ. അടുത്ത സാധനം, അതായത് പോർട്ടബിളും റീചാർജബിളും ആയിട്ടുള്ള ഒരു മിക്സി അല്ലെങ്കിൽ മിക്സർ, ബ്ലെൻഡർ, ജ്യൂസ് ബ്ലെൻഡർ. അല്ലാതെ നിങ്ങളുടെ വലിയ സാധനങ്ങൾ, അതായത് നിങ്ങളുടെ തേങ്ങയൊന്നും അരയ്ക്കാനൊന്നും ഇതിന് പറ്റൂല. ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ബ്ലെൻഡർ. അതിൻ്റെ ആ ഒരു ബ്ലേഡ്, ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ബ്ലേഡ്. ഷാർപ്പ് എനഫ് ഐ ഗസ്. ഇതിനകത്തൊരു പേപ്പറുണ്ട്. പേപ്പറൊക്കെ നമുക്ക് ഊരിയെടുക്കാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ് അടയ്ക്കേണ്ടത് അല്ലേ. ഇതിനകത്തൊരു മൈക്രോ USB പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ മൈക്രോ USB പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനത്തിന് റീചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ എത്രയാണെന്നുള്ളതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്കിതിനെ ആദ്യം ഒന്ന് കൊണ്ടുപോയി റീചാർജ് ചെയ്യാനിടാം. റീചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കും. അത് റീചാർജ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാട്ടർ ഡിസ്പെൻസറാണ്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ്. അതായത് നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള വാട്ടർ ഡിസ്പെൻസർ. ആക്ച്വലി ഇത് ഈ ഡിയോഡ് ആപ്പിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എത്ര നാൾ ഇതെല്ലാം ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അമ്മോ, ഇതെന്തോന്നത്, ഞാൻ പ്ലംബിംഗ് പിടിക്കണോ? ദിസ് ഈസ് ബ്രൂട്ടൽ. ആദ്യമായിട്ടൊരു ബേസാണ് കിട്ടണേ. ആ ബേസിൻ്റെ മേളിലായിട്ട് നമുക്ക് വയ്ക്കാനുള്ള പൈപ്പ് കിട്ടുന്നുണ്ട്. തിരിക്കി ഈ പൈപ്പിന് ഇവിടെ വയ്ക്കണം. ഈ പൈപ്പിൽ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത്. ഇതെങ്ങനെ തലകുത്തന്നെ ഇരിക്കണേ? വാട്ട്? ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യണം. ഇതിനെ എവിടെ കണക്ട് ചെയ്യണം? ഇപ്പോൾ വരാം. ഇതിങ്ങനെ മേളിലേക്ക് വരാൻ പാടില്ല എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വിൽ ട്രൈ ദിസ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യാണ്, കാരണം ഈ ടൈപ്പ് C പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ
കപ്പ്, അതും എൻ്റെ അമ്മയുടെ ഫേസുള്ള കപ്പ്. ഇത് മടങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല. മറ്റേ വാട്ടർ വലിയ ഒരു പൈപ്പ്, ഒരു കന്നാസിൻ്റെ അകത്ത് കിട്ടൂലേ വെള്ളം, അതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഗുഡ്. നിങ്ങളുടെ ടേബിളിൻ്റെ സൈഡിലും എല്ലാം വെച്ചാൽ മതി. എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ വാട്ടർ ഡിസ്പെൻസ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. ഇത് ആക്ച്വലി ഇനി കുടിക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി പാതി കുടിച്ച് വെച്ച കോഫിയുടെ പുറത്തോട്ടാണ് ഞാൻ ആ വെള്ളം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ദിസ് ഈസ് നൈസ് ആക്ച്വലി. ആകെ 300 രൂപയുള്ളൂ. 300 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. 300 രൂപയ്ക്കകത്ത് ദിസ് ഗാഡ്ജറ്റ് ഇസ് റിയലി ഗുഡ്. ലൈക്ക് ഐ ആം ഗിവിങ് 10 out of 10. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇറ്റ് ഈസ് റീചാർജബിൾ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ചാർജ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഡയറക്റ്റ്ലി നിങ്ങൾ പവർ കണക്ട് ചെയ്ത് വെക്കണമെന്നില്ല. ഇനി നമ്മുടെ ബ്ലെൻഡർ, ഡബിൾ ക്ലിക്ക് ടു സ്റ്റാർട്ട്. നമുക്ക് അപ്പോൾ ജ്യൂസ് അടിച്ച് നോക്കിയാലോ? വെയിറ്റ്, ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് എടുത്തിട്ടിട്ട് വരാം. എനിക്ക് പഴവർഗ്ഗങ്ങളൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് തൈര് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൈരിൽ കുറച്ച് പഞ്ചസാരയും എല്ലാം ഇട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലസ്സി ഉണ്ടാക്കാൻ പോവുകയാണ്. ലസ്സി ടൈറ്റായിട്ട് അടയ്ക്കാം. ദെൻ ഡബിൾ ക്ലിക്ക്. പെട്ട് കേട്ടോ. എന്നാൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നണേ, നിൽക്കുമോ ഇടയ്ക്കിടയ്ക്ക്. ആക്ച്വലി ഈ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ കട വരെ പോയി സാധനം ലസ്സി മേടിച്ച് കുടിക്കാം. എനിവേ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് കുടിച്ച് നോക്കാം. സോ ഡിലീഷ്യസ്. കുഴപ്പമില്ല. തൽക്കാലം ഈ ഒരു ഗാഡ്ജറ്റ് സീരീസ് ഒരു കട്ട ഫ്ലോപ്പായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആക്ച്വലി ആകെ എല്ലാം കൂടി 3-4 സാധനങ്ങളേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. പ്രോപ്പർ കുറേ ഗാഡ്ജറ്റ്സുമായിട്ട് ഞാൻ വരാം. നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. നല്ല ഗാഡ്ജറ്റുമായിട്ട് ഇനിയും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ അതുവരെ ഇരിക്കും. ബൈ. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.